പാലക്കാട്ടുകാർക്ക് പൂക്കാലമൊരുക്കി മലമ്പുഴയിൽ പുഷ്പമേളയ്ക്ക് തുടക്കമായി. പൂക്കൾക്ക് പുറമെ കൃത്രിമ വെള്ളച്ചാട്ടവും ദീപാലങ്കാരങ്ങളും മലമ്പുഴ ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജലസേചന വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പുഷ്പമേള കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ എത്തുന്നുണ്ട്. ഇർഫാനുണ്ട് പാലക്കാട് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ഇർഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി, ഞാനിപ്പോൾ ഉള്ളത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായ മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാനത്തിലാണ്. എനിക്ക് പിന്നിലായി കാണാം, പുഷ്പമേളയ്ക്ക് മലമ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ മുതൽ തന്നെ പുഷ്പമേള ആരംഭിച്ചു. 28-ാം തീയതി വരെയാണ്, ഈ മാസം 28-ാം തീയതി വരെയാണ് ഈ പൂക്കാലം ഈ മലമ്പുഴയിൽ പൂത്തു നിൽക്കുക. നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. രാത്രി കാണാനാണ് ഏറ്റവും കുറച്ചുകൂടെ ഭംഗി. കാരണം ദീപാലങ്കൃതമായ വിവിധതരം ദീപങ്ങൾ കൊണ്ട് ഒരുക്കിയ, അതോടൊപ്പം തന്നെ കൃത്രിമമായ വെള്ളച്ചാട്ടം ഉൾപ്പെടെ കൃത്രിമ മഴ ഉൾപ്പെടെ ഒരുക്കിയ ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വിവിധതരം ചെണ്ടുമല്ലി, ബോൺസായി, അതുപോലെ തന്നെ ജമന്തി പൂക്കൾ കൃത്യമായ അടുക്കും ചിട്ടയിലും കാര്യമായി തന്നെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളാണ് വരുന്നത്. ഇന്നലെ തുടക്കം ആയിട്ട് തന്നെ ഏകദേശം 3000-ഓളം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ ഒരു ഔദ്യോഗിക കണക്ക്. സ്കൂൾ കുട്ടികളുമായി തന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 3000 ആളുകളാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 28-ാം തീയതി വരെ നിൽക്കുന്ന ഒരു നീണ്ടു നിൽക്കുന്ന ഈ പുഷ്പമേള, പൂക്കാലം എന്ന പേരിട്ടിരിക്കുന്ന പുഷ്പമേള DTPCയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ ജലസേചന വകുപ്പും സംയുക്തമായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കിപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി DTPCയുടെ സെക്രട്ടറി സിൽബർട്ട് ജോസ് ഉണ്ട്, ഡോക്ടർ സിൽബർട്ട് ജോസ് ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, സാർ, എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിൽ ഒരുക്കിയിട്ടുള്ളത്? ആദ്യമായിട്ടാണ് വലിയ രീതിയിലുള്ളൊരു പൂക്കാലം എന്ന് പേരിട്ടിരിക്കുന്ന വലിയ ഒരു പുഷ്പമേള ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയാണത്? എല്ലാവർക്കും ആദ്യം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടാതെ നമുക്ക് ഈ പുഷ്പമേള പൂക്കാലം 2024 എന്ന് പറയുന്നത് ജില്ലാതലത്തിൽ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഷോ പൂക്കാലം എന്ന ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നത്. അത് 23 മുതൽ 28 വരെയാണ് നമ്മൾ അതിൻ്റെ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ വിവിധ തരത്തിലുള്ള ജെണ്ടുമല്ലി ഉൾപ്പെടെ സലേഷ്യ, ഡാലിയ, ബോൺസായി, പിന്നെ ബൊഗൈൻവില്ല, ഇങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അങ്ങനെയുള്ള എല്ലാ പൂക്കളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫ്ലവർ ഷോ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുഡ് കോർട്ട് നമ്മൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അത് പാലക്കാടിൻ്റെ തനിമയുള്ള രാമേശ്വരി ഇഡ്ഡലി, കരിപ്പോട് മുറുക്ക്, ഇങ്ങനെയുള്ള തനിമയുള്ള നമ്മുടെ ചിക്കൻ കുമ്പളങ്ങ കറി ഉൾപ്പെടെയുള്ള മെനു ചേർത്തുകൊണ്ടാണ് നമ്മൾ ആ ഫുഡ് കോർട്ട് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വരുന്ന സഞ്ചാരികൾക്കായി ആർക്കും പാടാം എന്നുള്ള ഒരു പാട്ടുപുര ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. വരുന്ന 26-ാം തീയതി പാലക്കാട് ജില്ലാതലത്തിൽ തന്നെ നമ്മളൊരു ചിത്രരചനാ മത്സരം, ജലഛായ ചിത്രരചനാ മത്സരം ഇതുമായിട്ട് നടത്തുന്നു. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു വിഭാഗം, 18 വയസ്സിന് മേളിലുള്ളവർക്ക് വേറൊരു വിഭാഗം, അങ്ങനെ നമ്മൾ ഒരു വലിയൊരു ചിത്രരചനാ മത്സരം നടത്തുന്നുണ്ട്. അതിന് നമ്മൾ വളരെ നല്ലൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. 18 വയസ്സിന് മേളിലുള്ളവർക്ക് ഒന്നാം സമ്മാനം 10,000, രണ്ടാം സമ്മാനം 7,500, മൂന്നാം സമ്മാനം 5,000. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഒന്നാം സമ്മാനം 7,500, രണ്ടാം സമ്മാനം 5,000, മൂന്നാം സമ്മാനം 2,500. അങ്ങനെ ഒരു വലിയ രീതിയിൽ ഇതൊരു വലിയൊരു കാർണിവലിൻ്റെ രൂപത്തിലേക്കാണ് നമ്മൾ ഇപ്പം വിഭാവനം ചെയ്തിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ ആകർഷകമാക്കാൻ നമ്മൾ ജില്ലാതലത്തിൽ ഉള്ള വലിയൊരു ടീം ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള വർക്കേഴ്സ് എല്ലാം ഇതിനു വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ബഹുമാനമുള്ള MLA, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വം, ഇതിനകത്ത് വലിയൊരു നേതൃപാഠവും അവരുടെ ഈ വലിയൊരു വിജയത്തിന് പിന്നിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വലിയ വിജയമാക്കി തീർത്തിരിക്കുന്നത്. എനിക്കറിയാം, ഈ പറഞ്ഞ പോലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വിനോദസഞ്ചാര മേഖലയെ കൈപിടിച്ചു നിർത്താൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ വലിയൊരു ഇടപെടലിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ MLA ആയിട്ടുള്ള A. പ്രഭാകരനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോനും ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയൊരു ഇടപെടലുണ്ട്. ജില്ലാ കളക്ടറും വലിയ രീതിയിൽ വലിയ സാധനത്തോടെ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ കൂടിയാണ്, അവരും വലിയ രീതിയിൽ ഒരു ഇടപെടൽ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. കൃത്യമായി വിനോദസഞ്ചാരികളെ എത്തിക്കാനായിട്ട് നല്ല രീതിയിലാണ് ഇത്. എനിക്ക് തോന്നുന്നു 200-ലേറെ തൊഴിലാളികളാണ് ദിവസവും നിന്നിട്ട് ഈ ഒരു സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു.
ചിത്രങ്ങൾ എടുക്കാനും അതോടൊപ്പം തന്നെ ഈ രാത്രിയിലുള്ള ദീപത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? രാത്രി നമ്മൾ പിന്നെ ഉദ്യാനത്തിന് ചുറ്റും ദീപാലങ്കാരം നമ്മൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ കൃത്രിമമായിട്ടുള്ള ഫൗണ്ടെയിൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനോട്ടുള്ള ഓരോ സെൽഫി സ്പോട്ടുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം വൈകുന്നേരം വരുന്നവർക്കും രാവിലെ വരുന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത്. ഇതിന് വളരെ സപ്പോർട്ടാണ് നമ്മുടെ ടൂറിസം വകുപ്പിൽ നിന്നും മന്ത്രിയുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു വിജയമാക്കി തീർക്കാൻ ഇത് കഴിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നവർക്ക് അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുത്താതെ തന്നെ ഒരു പൂക്കാലം എന്നുള്ളത് ഒരു പൂക്കടലായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വലിയൊരു റെസ്പോൺസിബിൾ നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ആളില്ലാത്തൊരു സ്ഥലത്ത് വന്ന് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നല്ലത് ഈ വൈകുന്നേരങ്ങളിലോ രാത്രികളിലൊക്കെയാണ് ഈ പ്രോഗ്രാം വെച്ചിരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നിന്ന് തിരിയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആളുകളാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ 3000-ലേറെ ആളുകളാണ് ഇന്നലെ, അതായത് 4 മണിക്ക് ശേഷമുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ 4 മണിക്ക് ശേഷം സ്കൂൾ വിദ്യാർത്ഥികളും അരീക്കോട് നിന്നും പൊന്നാനിയിൽ നിന്നും അതോടൊപ്പം തന്നെ ദൂര ദേശങ്ങളിൽ നിന്ന് പോലും മറ്റ് ജില്ലകളിൽ നിന്ന് പോലും തെക്കൻ ജില്ലകളിൽ നിന്ന് പോലും ഒക്കെ എൻ്റെ നാടായ ആലപ്പുഴയിൽ നിന്ന് പോലും ഒക്കെ ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ എത്തിയിരുന്നു. സ്കൂൾ കുട്ടികളെയാണ് കൂടുതലായി എത്തുന്നത്. ഈ വിനോദസഞ്ചാര മേഖല ഈ പറഞ്ഞ പോലെ ആഭ്യന്തര ടൂറിസം വികസനത്തെ കൂടി ബാധിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഗുണകരമായ രൂപത്തിൽ കൂടിയാണ് ഈ പുഷ്പമേള സംഘടിപ്പിച്ചിട്ടുള്ളത് അല്ലേ? അതെ, ഇതിപ്പോ 3000 എന്ന് പറയുന്നത് ഇന്നലത്തെ ഉള്ള ഒരു റഫ് കണക്കാണ്. അതിന്റെ മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടാൻ സാധിക്കും. കൂടാതെ തന്നെ വരുന്ന 25, 26, 27, 28 ദിവസങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ അവധിയോട് ചേർന്നിട്ടുള്ള ദിവസങ്ങളാണ്. അന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടുതൽ, ചിലപ്പോൾ ഇതൊരു 10,000-ത്തിന് അടുപ്പിച്ചൊക്കെ എത്താനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും ജലസേചന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യം നേരിടാൻ കണക്കാക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ വരും വർഷങ്ങളിൽ കൂടുതൽ ആകർഷമായി, ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ജില്ലാ തലത്തിൽ നടത്തുന്നത്, പ്രത്യേകിച്ച് ഗവൺമെൻറ് സഹകരണത്തോടെ നമ്മൾ നടത്തുന്നത്. പക്ഷെ വരും വർഷങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയിലെത്തി ഒരു ഊട്ടിയുടെ രീതിയിലുള്ള പുഷ്പമേളയ്ക്കോ അതില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് എത്താനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നതാണ്. ഏതായാലും പ്രേക്ഷകർക്ക് കാണിക്കാൻ കഴിയില്ല, കുറച്ച് ദൂരെ അപ്പുറത്തായി കുറച്ച് മയിലുകൾ, ആൺമയിലുകളും പെൺമയിലുകളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നയനമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. പൂക്കളൊക്കെ രാവിലെ വിരിഞ്ഞു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആ ഒരു സൗന്ദര്യത്തിൽ ഈ വിഷ്വലുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് എനിക്കുള്ളത്. അവിടെ തൊട്ടപ്പുറത്തായി മയിലുകൾ മുകളിൽ വേഴാമ്പലുകൾ പോകുന്നുണ്ട്. ഈ പക്ഷികളും കിളികളും അതോടൊപ്പം തന്നെ മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണർന്നു വരുന്നൊരു സമയം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നല്ലൊരു കാഴ്ചയാണ് പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ അവിടെ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തായി ഒരു പൂക്കൾ കൊണ്ടൊരു മയിലിനെ കൂടി ഒരുക്കിയിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ മലമ്പുഴ ഡാമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. ഏതായാലും വലിയ ഒരു ഉത്സവത്തിന് തന്നെയാണ് പൂക്കളുടെ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ. കൃത്രിമമായ പൂക്കാലം തന്നെയാണ് മലമ്പുഴയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത് രാവിലെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഒരു ഫൗണ്ടെയിൻ കാളിയമർദ്ദനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഫൗണ്ടെയിനൊക്കെ രാത്രികാലങ്ങളിൽ നല്ല രസമാണ്. ഏതായാലും പ്രേക്ഷകരെല്ലാവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിനോദസഞ്ചാരികളെല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു ആകർഷണം തന്നെയാണ് ഇത്. വരും വർഷങ്ങളിൽ ഊട്ടിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുഷ്പമേളയായിട്ട് അറിയപ്പെടുന്ന ഊട്ടിയാണ്. ആ ഊട്ടിയിലെ പുഷ്പമേളയേക്കാൾ ഗംഭീരമായി തന്നെ ഇത് നടത്താൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് DTPCക്കും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര വകുപ്പിനും ഉള്ളത്. ഏതായാലും പ്രേക്ഷകരെല്ലാം ഇവിടെ വന്ന് കണ്ട് ആ ഒരു പൂക്കാലം തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയ പൂക്കാലം ആസ്വദിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും കീർത്തി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് സ്വാഗതം അരുളുകയാണ്. ശരി, ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ആ പുഷ്പമേളയിൽ അവിടെ ഇർഫാൻ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ച് നൽകിയത്.